ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു കക്ക തോരനാണ് ഉണ്ടാക്കാൻ പോണത്. ഇന്ന് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. നമ്മൾ കക്കയുടെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. ചിലരൊക്കെ പറയും ഇത് എടുത്ത് കളയാതെയൊക്കെ തിന്നുന്നതാണ് ടേസ്റ്റ് എന്നൊക്കെ. പക്ഷെ നമുക്കതൊന്നും മനസ്സിൽ പിടിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ എടുത്ത് വൃത്തിയാക്കി കളഞ്ഞിട്ടാണ് നമ്മൾ കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത്. അതിൻ്റെ വേസ്റ്റ് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ചിലർക്ക് വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാക്സിമം ഇതൊക്കെ കളഞ്ഞിട്ട് വേണം ഇതൊക്കെ കഴിക്കാൻ. വൃത്തിയാക്കിയ കക്കയിൽ കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകി എടുക്കേണ്ടതാണ്. കക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് കൊച്ചുള്ളി വേണം, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തേങ്ങാക്കൊത്ത്, പച്ചമുളക്, കറിവേപ്പില. ചീനച്ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങ നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴന്ന് വരുമ്പോഴത്തേക്കും ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. നന്നായി വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കക്ക ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ച കുരുമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റുമ്പോഴത്തേക്കും അതിൻ്റെ പച്ച ചെവ അങ്ങ് മാറും. കുറച്ച് പച്ചക്കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത മുളക് പൊടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.